ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് വില്യം വേർഡ്സ്വർത്ത് എഴുതിയ ദ വേൾഡ് ഈസ് ടു മച്ച് വിത്ത് അസ് എന്ന സോണറ്റ് ആണ്. വില്യം വേർഡ്സ്വർത്ത് 1802 ഈ സോണറ്റ് എഴുതുന്നത്. കവി ഈ കവിതയിൽ തൻ്റെ സാഡ്നെസ്സും ആങ്കറുമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് മനുഷ്യർ ധനം, വസ്തുക്കൾ എന്നിവയിൽ മാത്രം മുഴുകി പ്രകൃതിയെ മറന്നു പോകുന്നു എന്നത് വളരെ ദുഃഖകരമാണ് എന്നാണ് കവി ഇതിൽ പറയുന്നത്, ഈ ഒരു സോണറ്റിലൂടെ പറഞ്ഞു തരുന്നത്. അതായത് കവി വിശ്വസിക്കുന്നത് പ്രകൃതി എന്നത് ദൈവികത നിറഞ്ഞതാണ്, നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത് ഹോളിയാണ്, സ്പിരിച്വലാണ് എന്നാണ് കവി വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അകന്നാൽ മനുഷ്യൻ്റെ ആത്മീയമായ മൂല്യം നഷ്ടപ്പെടും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സോണറ്റ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് വ്യവസായിക ജീവിതത്തെയും ഭൗതികതയുമാണ്. അതായത് ഇൻഡസ്ട്രിയൽ ലൈഫിനെയും അതുപോലെ മെറ്റീരിയലിസവുമാണ് ഈ ഒരു സോണറ്റ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതുപോലെ ഈ സോണറ്റിൻ്റെ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ കോൾ ടു റീകണക്ട് വിത്ത് നേച്ചറാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ദ വേൾഡ് ഈസ് ടു മച്ച് വിത്ത് അസ്, ലേറ്റ് ആൻഡ് സൂൺ, ഗെറ്റിംഗ് ആൻഡ് സ്പെൻഡിങ്, വി ലേ വേസ്റ്റ് അവർ പവേഴ്സ്. അപ്പം ദ വേൾഡ് ഈസ് ടു മച്ച് വിത്ത് അസ്. അപ്പോൾ ഇവിടെ വേൾഡ് എന്നതുകൊണ്ട് നിങ്ങൾ ഭൂമിയോ ഇല്ലെങ്കിൽ എർത്ത് അല്ലെങ്കിൽ പ്രകൃതിയോ അല്ല നമ്മൾ മീനിങ് എടുക്കേണ്ടത്. വേൾഡ് എന്ന് റെഫർ ചെയ്യുന്നത് മെറ്റീരിയൽ വേൾഡിനെയാണ്, അതായത് മണി ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ലെങ്കിൽ വെൽത്ത്. അപ്പം ഇവിടെ കവി പറയുന്നു പീപ്പിൾ ആർ ടു ബിസി വിത്ത് വേൾഡ്ലി അഫെയർസ്. മനുഷ്യർ ലോകകാര്യങ്ങൾ അധികമായി മുഴുകിയിരിക്കുന്നു. അതായത് നാം എല്ലായ്പ്പോഴും ഭൗതിക കാര്യങ്ങളിലാണ് മുഴുകുന്നത് എന്നാണ് കവി പറയുന്നത്. സോ വി ആർ ഓൾവേസ് ഒക്കുപ്പൈഡ് വിത്ത് മെറ്റീരിയൽ തിങ്. ലേറ്റ് ആൻഡ് സൂൺ. ഇപ്പോൾ ബോത്ത് ലേറ്റ് ആൻഡ് സൂൺ, അതായത് പാസ്റ്റും അങ്ങനെ തന്നെയായിരുന്നു. പാസ്റ്റിലും മനുഷ്യർ ഭൗതിക മെറ്റീരിയൽ പൊസഷൻസ്, മെറ്റീരിയൽ തിങ്സിലായിരുന്നു മുഴുകിയിരുന്നത്. അതുപോലെ സൂൺ, ഫ്യൂച്ചറിലും അത് തന്നെ സംഭവിക്കും. അപ്പോൾ ഇപ്പോഴും അങ്ങനെയാണ്, ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഗെറ്റിംഗ് ആൻഡ് സ്പെൻഡിങ്, വി ലേ വേസ്റ്റ് അവർ പവേഴ്സ്. ഇപ്പോൾ വി വേസ്റ്റ് അവർ എനർജി ആൻഡ് ടൈം. എന്തിനു വേണ്ടി? നാം പണം സമ്പാദിക്കാനും ചെലവഴിക്കാനും മാത്രമാണ് നമ്മുടെ ശക്തിയും സമയം കളയുന്നത്. അപ്പോൾ കവി പറയുന്നത് പ്രകൃതിയെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള മനുഷ്യൻ്റെ എബിലിറ്റി നഷ്ടമായി എന്നാണ് ഇവിടെ പറയുന്നത്. ലിറ്റിൽ വി സീ ഇൻ നേച്ചർ ദാറ്റ് ഈസ് ആസ്, വി ഹാവ് ഗിവൺ അവർ ഹാർട്ട്സ് എവേ എ സോർഡിഡ് ബൂൺ. അപ്പം പ്രകൃതിയോടുള്ള ബന്ധം നമ്മിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. അത് ലിറ്റിൽ വി സീ ഇൻ നേച്ചർ. അപ്പം നത്തിങ് ഇൻ നേച്ചർ ഫീൽസ് ക്ലോസ് ടു അസ്. വി ഹാവ് ഗിവൺ അവർ ഹാർട്ട്സ് എവേ എ സോർഡിഡ് ബൂൺ. അപ്പോൾ പണത്തിനും ഭൗതിക സുഖത്തിനുമായി നാം നമ്മുടെ ഹൃദയവും മനസ്സും കൊടുത്തു. അപ്പോൾ വി ഹാവ് സോൾഡ് അവർ ഹാർട്ട്സ്. എന്തിനു വേണ്ടി? ഒരു മെറ്റീരിയൽ ഗെയിനിന് വേണ്ടി. അപ്പോൾ ഇവിടെ സോർഡിഡ് ബൂൺ എന്ന് കവി വിശേഷിപ്പിക്കുന്നു. അപ്പം ഇവിടെ ഒരു ഫിഗർ ഓഫ് സ്പീച്ച്, അതായത് ഓക്സിമറോൺ ആണ്. ആക്ച്വലി ഓക്സിമറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപരീത അർത്ഥമുള്ള രണ്ട് വാക്കുകളെ ഒരുമിച്ച് ചേർക്കുക. അപ്പോൾ ഇവിടെ സോർഡിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ്? ഷെയിംഫുൾ ആയിട്ടുള്ള ഇല്ലെങ്കിൽ മോറലി റോങ് ആയിട്ടുള്ള. അപ്പോൾ ബൂൺ എന്ന് പറയുമ്പോൾ ബ്ലെസ്സിങ് ഇല്ലെങ്കിൽ ഗിഫ്റ്റ് എന്നാണ്. അപ്പം ഈ ഫ്രേസ് ക്രിട്ടിസൈസ്, അതായത് സോർഡിഡ് ബൂൺ എന്ന ഈ ഫ്രേസ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് സൊസൈറ്റീസ് ഒബ്സഷൻ വിത്ത് മെറ്റീരിയലിസമാണ്. അതായത് പണം, ആഡംബരം തുടങ്ങിയവ നമുക്ക് ലഭിച്ചെങ്കിലും അതിൻ്റെ വിലയായി എന്താ സംഭവിച്ചത്? പ്രകൃതിയോടുള്ള സ്നേഹവും ആത്മബന്ധവും അല്ലെങ്കിൽ ആത്മീയതയും നഷ്ടപ്പെട്ടു. അപ്പം ഇവിടെ നമ്മുടെ കവി എന്താ പറയുന്നത്? വി ഹാവ് ഗിവൺ അവർ ഹാർട്ട്സ് എവേ എ സോർഡിഡ് ബോൺ. അപ്പം പണത്തിനും ഭൗതിക സുഖത്തിനുമായി നാം നമ്മുടെ ഹൃദയവും മനസ്സും കൊടുത്തു. അപ്പോൾ ഇവിടെ ഡേർട്ടി അല്ലെങ്കിൽ ഒരു ഷെയിംഫുൾ ഗിഫ്റ്റ് എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആത്മീയതയെ ഉപേക്ഷിച്ച് നാം എന്താ ചെയ്തത്? പണത്തിനും സ്വാർത്ഥതയ്ക്കും അടിമകളായിരിക്കുന്നു. അപ്പം ഇവിടെ പോയിറ്റിന് എന്ത് ഫീലിംഗ് ഉണ്ടാകുന്നത്? പോയിറ്റ് ഫീൽ ഡിസ്കസ്റ്റഡ് ദാറ്റ് വി ട്രേഡഡ് സ്പിരിച്വൽ ജോയ് ഫോർ മെറ്റീരിയലിസം. ദ സീ ദാറ്റ് ബെയർസ് ഹെർ ബോസം ടു ദ മൂൺ. അപ്പം സീ സർഫസ് എന്നത് ഓപ്പൺ ആണ്, നമുക്കറിയാം. അതുപോലെ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ സീ എന്നത് സീയെ വേർഡ്സ്വർത്ത് പെർസോണിഫൈ ചെയ്തിരിക്കുകയാണ്. അത് കടലിനെ കവി സ്ത്രീ എന്ന പോലെ ചിത്രീകരിക്കുന്നു. അപ്പം
The sea that bears her bosom to the moon, showing her bosom. Bosom means chest to the moon. അതായത് മേ ബി ആസ് ഇറ്റ് ഷോയിങ് ഹെർ ഹാർട്ട് ഓപ്പൺലി ആൻഡ് ലിംഗ്ലി. അപ്പോൾ ഈ ഒരു ഇമേജിലൂടെ നേച്ചേഴ്സ് ഓപ്പൺനെസ് ആൻഡ് പ്യൂരിറ്റിയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഈ ഇമേജിലൂടെ നേച്ചേഴ്സ് എലമെൻസിൻ്റെ ക്ലോസ്നെസ്സും ഹാർമണിയും കാണിച്ചു തരുന്നു. അതുപോലെ ഹൗ പ്യുവർ ആൻഡ് ബ്യൂട്ടിഫുൾ നേച്ചർ ഈസ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. എന്നാൽ മനുഷ്യർ പണത്തിൻ്റെ പുറകിലും അതുപോലെ ഭൗതിക ലാഭത്തിനും മുഴുകിയിരിക്കുന്നതിനാൽ ഈ പ്രകൃതി സൗന്ദര്യം കാണാനോ അതുപോലെ ഈ പ്രകൃതി സൗന്ദര്യം അനുഭവിക്കാനോ അവർക്ക് കഴിയുന്നില്ല. The winds that will be howling at all hours and are up gathered now like sleeping flowers. For everything we are out of tune, it moves us not. The winds that will be howling വിൻഡിനെ ഹൗളിംഗ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഹൗളിംഗ് വിൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നേച്ചറിൻ്റെ വോയിസും അതുപോലെ നേച്ചറിൻ്റെ പവറുമാണ്. അപ്പോൾ കാറ്റ് നല്ല പവർഫുള്ളും എലൈവുമാണ്. നേച്ചർ എങ്ങനെയാണ്? ഫുൾ ഓഫ് എനർജി ആൻഡ് ലൈഫ്. അപ്പോൾ ഈ വരിയിലൂടെ പ്രകൃതിയുടെ ജീവശക്തിയും ചലനത്തെയുമാണ് പ്രതിനിധീകരിക്കുന്ന വരികളാണ്. അതുപോലെ ആൻഡ് ആർ അപ്പ് ഗ്യാതേർഡ് നൗ ലൈക്ക് സ്ലീപ്പിംഗ് ഫ്ലവേഴ്സ്. അപ്പോൾ ഫസ്റ്റ് എന്താ പറഞ്ഞാൽ ഹൗളിംഗ് വിൻഡ് എന്ന് പറഞ്ഞാൽ നേച്ചറിൻ്റെ വോയിസും പവറിനെയും സൂചിപ്പിച്ചു. ഇപ്പം എന്താ പറഞ്ഞാൽ ആർ അപ്പ് ഗ്യാതേർഡ് എന്തുപോലെ ലൈക്ക് സ്ലീപ്പിംഗ് ഫ്ലവേഴ്സ്. അതായത് അറ്റ് പ്രസൻറ്റ് മൊമെൻറ്റ് ദ വിൻഡ് എങ്ങനെയാണ്? കാമാണ്, കാറ്റ് ശാന്തമാണ്, ഉറങ്ങിക്കിടക്കുന്ന പുഷ്പങ്ങളെപ്പോലെ നിശ്ചലമായി. അതായത് നമുക്ക് പറയാം കാം എന്ന് പറയുമ്പം ലൈക്ക് ഫ്ലവേഴ്സ് ദാറ്റ് ഹാവ് ക്ലോസ്ഡ് ദ പെറ്റൽസ് ആൻഡ് ഗോൺ ടു സ്ലീപ്പ്. for everything we are out of tune. ഈ ഔട്ട് ഓഫ് ട്യൂൺ എന്ന് പറയുമ്പം നമുക്ക് ഹ്യൂമൻസ് ആർ നോട്ട് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. പ്രകൃതിയുമായുള്ള ബന്ധം നമ്മൾ നഷ്ടപ്പെടുത്തി. അപ്പം അതാ പറയുന്നത് ഇറ്റ് മൂവ്സ് അസ് നോട്ട് എന്ന് അടുത്ത വരിയിൽ പറയുന്നുണ്ട്. അതായത് വി ആർ ഔട്ട് ഓഫ് ട്യൂൺ എന്നതുകൊണ്ട് പ്രകൃതിയോടുള്ള ബന്ധം നഷ്ടപ്പെട്ടത് കൊണ്ടും അതുപോലെ ഭൗതിക ലോകത്തോട് അടിമപ്പെട്ടത് കൊണ്ടും നാം എന്തായി? ഔട്ട് ഓഫ് ട്യൂൺ. അതായത് നോട്ട് ഇൻ ഹാർമണി വിത്ത് വേൾഡ് ഓർ നോട്ട് ഇൻ ഹാർമണി വിത്ത് അവർ സെൽസ്. ഇപ്പോൾ പ്രകൃതിയോടും സ്വന്തം ആത്മാവിനോടും പൊരുത്തമില്ലാത്തവരായി മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പം ഇറ്റ് മൂവ്സ് അസ് നോട്ട്. ഈ ഇറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രകൃതിയുടെ സൗന്ദര്യം നമ്മളെ ആകർഷിക്കുന്നത് നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നില്ല. അതായത് ബ്യൂട്ടി ഓഫ് നേച്ചർ നോ ലോങ്ങർ എഫക്ട്സ് ഓർ ഇൻസ്പയർസ് അസ്. Great God, I would rather be a pagan suckled in creed out one. അപ്പോൾ കവി ദുഃഖത്തോടെ ദൈവത്തോട് പറയുകയാണ്, ഞാൻ മറ്റൊരാളായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അതാണ് ഗ്രേറ്റ് ഗോഡ് ഐ വുഡ് റാദർ എന്താകണം? എ പേഗൻ. ഈ പേഗൻ എന്ന് പറയുമ്പോഴത്തേക്ക് നേച്ചർ വർഷിപ്പറാണ്. അതായത് നിരവധി ദേവന്മാരെ ആരാധിച്ചിരുന്ന ആളുകൾ. അത് പ്രകൃതിയെയോ ഇല്ലെങ്കിൽ നിരവധി ദേവന്മാരെയും അതായത് നമുക്ക് പറയാം സൺ, മൂൺ, സീ, വിൻഡ് അങ്ങനെ. ഓക്കെ, അപ്പം സക്കിൾഡ് മീൻസ് എന്താണ്? റേസ്ഡ് അല്ലെങ്കിൽ ബ്രോട്ട് അപ്പ്. അപ്പം സക്കിൾഡ് ഇൻ എ ക്രീഡ് ഔട്ട് വൺ. അപ്പം ഇവിടെ ക്രീഡ് എന്ന് പറയുന്നുണ്ട്. ക്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത് എ സെറ്റ് ഓഫ് റിലീജിയസ് ബിലീഫ്സ് ഓർ ഫെയ്ത്ത് ആണ്. അതുപോലെ ഔട്ട് വേൺ എന്ന് അർത്ഥമാക്കുന്ന ഓൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോ ലോങ്ങർ യൂസ്ഡ്. അപ്പോൾ ക്രീഡ് ഔട്ട് വേൺ എന്ന് പറയുമ്പം ഓൾഡ് ഫാഷൻഡ് ഔട്ട്ഡേറ്റഡ് ബിലീഫ് സിസ്റ്റം. സക്കിൾഡ് ഇൻ എ ക്രീഡ് ഔട്ട് വേൺ എന്ന് പറയുമ്പോൾ റേസ്ഡ് ഓർ ബ്രോട്ട് അപ്പ് ഇൻ ആൻ ഓൾഡ് ബിലീഫ് സിസ്റ്റം. അപ്പം പേഗൻ, അപ്പം നേച്ചർ വർഷിപ്പർ. അപ്പം അത്തരം ആളുകൾക്ക് പ്രകൃതിയോട് അതീവ സ്നേഹവും ആത്മബന്ധവും ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ മനുഷ്യർക്ക് അതുണ്ടോ? ഇല്ല എന്നാണ് കവി പറയുന്നത്. അപ്പം ഇന്നത്തെ പ്രകൃതിയെ അവഗണിക്കുന്ന മനുഷ്യനാകുന്നതിനേക്കാൾ പ്രകൃതിയെ ആരാധിച്ചിരുന്ന പഴയകാല മനുഷ്യനാകാനാണ് എനിക്കിഷ്ടം എന്നാണ് കവി ഈ വരികളിലൂടെ പറയുന്നത്. ഇനി അടുത്ത വരി നമുക്ക് നോക്കാം. So might I, standing on this pleasant lea, have glimpses that would make me less forlorn. അപ്പം so might I. അപ്പം ഇതിന് മുമ്പുള്ള ലൈനിൽ പറഞ്ഞായിരുന്നു ആരാകണമെന്ന് ആഗ്രഹം?
പേഗൻ ആകണമെന്ന്. അതാണ് പറയുന്നത് സോ മൈറ്റ് ഐ ഇഫ് ഹി വെർ എ പേഗൻ. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താ പറയുന്നത്, ഈ മനോഹരമായ ഈ പ്ലസൻറ്റ് ലീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയബിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ലീ എന്ന് പറയുമ്പോൾ ഓപ്പൺ ഫീൽഡ് ഇല്ലെങ്കിൽ ഗ്രാസി ഫീൽഡ്. അപ്പോൾ ഈ മനോഹരമായ ഓപ്പൺ ഫീൽഡിൽ നിൽക്കുമ്പോൾ പ്രകൃതിയോട് അടുപ്പം അനുഭവിക്കാനായേനെ. അപ്പോൾ ഹി ക്യാൻ ഫീൽ ക്ലോസ് ടു നേച്ചർ. അതുപോലെ എന്താ പറയുന്നത്, ഹാവ് ഗ്ലിംസസ് ദാറ്റ് വുഡ് മേക്ക് മീ ലെസ് ഫോർലോൺ മീൻസ് സാഡ്. അപ്പോൾ പ്രകൃതി ദേവന്മാരുടെ ദിവ്യ ദർശനം ഗ്ലിംസസ് ലഭിച്ച് തൻ്റെ ഏകാന്തതയും ദുഃഖവും കുറയുമായിരുന്നു. അപ്പോൾ അത്തരം കാഴ്ചകൾ അദ്ദേഹത്തിന് ആശ്വാസവും ആത്മീയ സന്തോഷം നൽകുമായിരുന്നു. അപ്പോൾ ഈ ഡിവൈൻ വിഷൻ കവിക്ക് എന്താണ് പ്രദാനം ചെയ്യുന്നത്? ഒരു ഹോപ്പ് ഇല്ലെങ്കിൽ പീസ്, അതുപോലെ എ ഫീലിംഗ് ഓഫ് കണക്ഷൻ വിത്ത് നേച്ചർ. അപ്പോൾ ചുരുക്കത്തിൽ ഈ വരികൾ എന്താ പറയുന്നത്, ഇഫ് ഐ വെർ എ പേഗൻ ഐ കുഡ് സീ നേച്ചേഴ്സ് ഡിവൈൻ ബ്യൂട്ടി ആൻഡ് ഫീൽ ലെസ് ലോൺലി. ഓക്കെ, ഹാവ് എ സൈറ്റ്. ഇനി അടുത്ത പറയുവാണ്, ഒരു പേഗൻ ആയിരുന്നെങ്കിൽ എന്താ അടുത്ത സംഭവിക്കുന്നത്? ഹാവ് എ സൈറ്റ് ഓഫ് പ്രൊട്യൂസ് റൈസിങ് ഫ്രം ദ സീ. ഈ പ്രൊട്ടിയാസ് എന്നത് ഗ്രീക്ക് പുരാണത്തിലെ സീ ഗോഡാണ്. അപ്പോൾ കവിക്ക് പ്രൊട്ടിയാസ് കടലിൽ നിന്ന് ഉയർന്നു വരുന്നതായി കാണാൻ നമ്മുടെ കവി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു റൈസിങ് ഫ്രം ദ സീ എന്നത് ഒരു സിമ്പിൾ ഓഫ് മിസ്റ്ററി അല്ലെങ്കിൽ സിമ്പിൾ ഓഫ് മാജിക് ഓഫ് നേച്ചറാണ് എടുത്തു കാണിക്കുന്നത്. ഓർ ഹിയർ ഓൾഡ് ട്രൈറ്റൺ ബ്ലോ ഹിസ് റീദ്ഡ് ഹോൺ. അപ്പം ഇവിടെ ഈ ട്രൈറ്റൺ എന്ന് പറയുന്നത് മറ്റൊരു സീ ഗോഡാണ്. അതിൽ ഈ റീദ്ഡ് ഹോൺ എന്നത് ഒരു ട്വിസ്റ്റഡ് കൗച്ച് ഷെൽ ആണ്. അപ്പോൾ കവി പറയുന്നു തനിക്ക് ട്രൈറ്റൺ എന്ന സീ ഗോഡ് അദ്ദേഹത്തിൻ്റെ ട്വിസ്റ്റഡ് കൗച്ച് ഷെൽ ആ റീദ്ഡ് ഹോൺ മുഴക്കുന്നത് ബ്ലോ ചെയ്യുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ആ ശബ്ദം എന്നത് പ്രകൃതിയുടെ ദിവ്യമായ സംഗീതമാണ് എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഈ റീദ്ഡ് ഹോൺ എന്ന് പറയുന്നത് സിമ്പിൾ ഓഫ് ബീയിങ് ഇൻ ട്യൂൺ വിത്ത് നേച്ചർ ആണ്. ഈ സീ ഗോഡായിട്ടുള്ള ഈ ട്രൈറ്റൺ ഈ റീദ്ഡ് ഹോൺ യൂസ് ചെയ്യുന്നത് ടു കൺട്രോൾ വേവ്സ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഈ വേവ്സ് ഒക്കെ നല്ല റേസ് ചെയ്യാനുമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ട്രൈറ്റൺ സീ ഗോഡ് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് റീദ്ഡ് ഹോൺ. ആ ദിവ്യമായ സംഗീതത്തിൻ്റെ ശബ്ദം കേൾക്കാനായാൽ കവിക്ക് പ്രകൃതിയോടുള്ള ആത്മബന്ധം വീണ്ടെടുക്കാനാകും. അതുപോലെ മനസ്സിൽ സമാധാനം നിറയും എന്ന് കവി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഐ വിഷ് ഐ കുഡ് ഹിയർ ദ സീ ഗോഡ് ട്രൈറ്റൺ ബ്ലോയിങ് ഹിസ് കൗച്ച്, ഇറ്റ് വുഡ് റീകണക്ട് മീ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് നേച്ചർ. അപ്പം ഇതൊരു കൺക്ലൂഷൻ പറയുവാണെങ്കിൽ വേർഡ്സ്വർത്ത് പറയുന്നത് ഇന്നത്തെ മനുഷ്യർ ഭൗതിക ലോകത്തിനും പണത്തിലും മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പ്രകൃതിയുമായുള്ള ആത്മബന്ധം അവർ നഷ്ടപ്പെടുത്തി. അതുപോലെ പ്രകൃതിയെ ദൈവമായി കാണുകയും അതിൻ്റെ ശക്തി അനുഭവിക്കുകയും ചെയ്ത കാലത്താണ് താൻ ജീവിക്കേണ്ടിയിരുന്നതെന്ന് കവി ആഗ്രഹിക്കുന്നു. സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് എക്സ്പ്ലനേഷൻ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.